ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പിന്നെ ഞാൻ അത് വേണ്ട എന്ന് വെച്ച് വിട്ടൊരു സാധനമാണ്. ബിക്കോസ് ഞാനിവരെ അതിനുശേഷം അങ്ങനെ കാണാൻ നിൽക്കാറില്ല. വരാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, വരാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴാണ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കാണാറില്ല ഇപ്പം. മുന്നേ കാണാറുണ്ടായിരുന്നു. അമ്പാൻ ആ ഫാൻ ഓഫ് ചെയ്യൂ അമ്പാൻ. താങ്ക് യു. ഏകദേശം ഒരു 2 months 3 months കൂടുമ്പോഴാണെന്ന് തോന്നുന്നു ഇവർ വരുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹരിത കർമ്മസേന. ഓക്കെ, ഇത് ചിലപ്പം ഞാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഉള്ളതിനേക്കാൾ ദേഷ്യം, വെറുപ്പ് കാര്യങ്ങളൊക്കെ തോന്നാം. അതങ്ങനെയാണ്. സത്യം വിളിച്ചു പറയുന്ന സമയത്ത് നമ്മളുടെ എഗെയിൻസ്റ്റ് ഒരുപാട് ആൾക്കാർ വരും. ആൻഡ് ഐ ലവ് ഇറ്റ്. ട്രസ്റ്റ് മീ, ഐ ലവ് ഇറ്റ്. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഭയങ്കര വിചാരമാണ്. ഈ ഹരിതകർമ്മസേന നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കാര്യങ്ങൾ എടുക്കാൻ വരുന്നവർക്ക് അത്രയും അഹങ്കാരം എനിക്ക് തോന്നുന്നു വേറെ ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. സർക്കാർ ജോലിക്കാർക്കൊക്കെ അഹങ്കാരമാണെന്ന് പറയാറില്ലേ, പക്ഷെ ഇവരുടെ അത്രയും അഹങ്കാരം എനിക്ക് തോന്നുന്നു ശരി വേറെ ഒരു ടീമിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് കേസൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് മിഥുൻ വി ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് അവരുടെ വൈഫാന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കേസൊക്കെ റിയാക്ട് ചെയ്ത് അമ്മ എണ്ണ തേച്ചിനവനെ കേസൊക്കെയാന്ന് തോന്നുന്നു റിയാക്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ഹരിതകർമ്മസേന. അതെനിക്ക് വലിയൊരു അത്ഭുതവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ വേസ്റ്റുകളും കഴുകി ഉണക്കി നല്ല പപ്പടം പോലെ ആക്കിയിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സാനിറ്ററി നാപ്കിൻ കഴുകി അതായത് അതിലുള്ള പഞ്ഞിയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് മാത്രം കഴുകി വൃത്തിയാക്കി കൊടുത്താൽ ഇവരെടുക്കില്ല. നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് കാര്യങ്ങൾ അതിൽ ജെല്ലിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവരെടുക്കില്ല. അതായത് ഇവർക്ക് എന്താണോ എടുക്കണം തോന്നുന്നത് അത് മാത്രമേ ഇവരെടുക്കുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ലിറ്ററലിയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അത്രയും എന്താ പറയുക, ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് ഞങ്ങളുടെ വിഷയമല്ല. 50 ഉറുപ്പ്യ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണം. വേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അല്ല നമ്മൾ ഇന്ന് ആ വേസ്റ്റ് ഇല്ല, ഇന്ന് നിങ്ങൾ കൊണ്ടുപോകാത്ത വേസ്റ്റ് മാത്രമേ ഉള്ളൂ, അപ്പം നമ്മൾ പൈസ തരണമെന്ന് വെച്ചാൽ അത് തരണം. 50 ഉറുപ്പ്യ എന്തായാലും തരണം. വേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമുള്ള കാര്യമില്ല. 50 മസ്റ്റ്. പിന്നെ ഈ വീട്ടിൽ ആളുണ്ടോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ പൈസ കൃത്യമായിട്ട് അടയ്ക്കണം, അത് നിർബന്ധം. പിന്നെ അതേപോലെ തന്നെ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴുകി ഉണക്കി വെച്ച ഒരു സാധനം ഒരു കവറിലെങ്ങാനായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാവുക. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് അങ്ങനെ തന്നെ എടുക്കും, നമ്മുടെ മുറ്റത്തിങ്ങനെ ഇടും. മറ്റേ കബഡിയൊക്കെ നിരത്തുന്ന പോലെ, കബഡി എന്താ പറയുക, നിരത്തുന്ന പോലെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ആ നമ്മൾ കൊടുത്ത കവറിനകത്ത് കെട്ടിയിട്ട് ബാക്കി അങ്ങനെ തന്നെ ഇട്ടിട്ടൊരു പോക്കാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. ഇനി അഥവാ നമ്മൾ ഇവർ ഈ ബാക്കി വെച്ച് പോയ സാധനം എങ്ങാൻ കത്തിച്ചു എന്ന് വിചാരിക്കുക, അതാ മോനെ വന്നിട്ട് ഫൈന് 10,000 20,000 എല്ലാം. അപ്പം നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക ഇതിന്. നമ്മൾ ഈ വേസ്റ്റ് നിങ്ങളിവിടെ ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഹരിതകർമ്മസേനയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് നിങ്ങളൊരു തീരുമാനം പറയാം. ആർക്കും ഉത്തരവില്ല ഇതിന്. അപ്പം നിങ്ങൾ ആ മിഥുൻ വി ശങ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചേച്ചി വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവർ കൊടുത്ത വേസ്റ്റ് 4 മാസത്തോളം ഈ ഹരിതകർമ്മ സേനയിലുള്ള വേസ്റ്റ് എടുക്കുന്ന ഒരാൾക്ക് കാലിന് സുഖമില്ലാത്തത് കാരണം വേസ്റ്റ് എടുക്കാണ്ട് അവിടെ തന്നെ അത് ബാക്കിയായിട്ട് പേപ്പറൊക്കെ മഴ നനഞ്ഞ് പിന്നെ എല്ലാം കൂടെ കൂടിക്കലർന്ന് പണ്ടാരടങ്ങിയ അവസ്ഥയായി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടേക്കൊക്കെ ഹരിതകർമ്മ സേനയിൽ 45 ആൾക്കാരുണ്ട്. അവിടെ ഒരാളുടെ കാലിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ അയക്കണം. അല്ലേ? അങ്ങനെയല്ലേ? അതിൻ്റെ കണക്ക് അങ്ങനെയല്ലേ? ഇപ്പം എനിക്ക് തെറ്റി തന്നു. ഇങ്ങോട്ടൊക്കെ ഒരാളൊന്നും അല്ല കേട്ടാ, ഒരു 45 ആൾക്കാരുണ്ട് എന്തായാലും. ഓക്കെ, അപ്പം അതവർ പറഞ്ഞു, അയ്യോ ഇത് 4 മാസമായെന്നാ, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇത് നിങ്ങൾ വീണ്ടും കഴുകി വൃത്തിയാക്കി തന്നാൽ ഞങ്ങൾ എടുക്കാമെന്ന് പറയുന്നു. ഇവർ ഓക്കെ പറയുന്നു. അതും ഇവരെ ഒരു 45,000 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടാണ്
മജിസ്ട്രേറ്റ് ഇങ്ങോട്ട് വരുന്നത്, നമ്മളെ ഹരിതകർമ്മസേന വീട്ടിലേക്ക്. അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല, തമാശം കളിയത്. അങ്ങനെ അവർ വന്നു, അവരെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, പിന്നെയും വരുന്നു, പിന്നെയും ഇവർ കഴുകി വൃത്തിയാക്കിയ ആ കവർ ഓപ്പൺ പോലും ചെയ്യാണ്ട് ഇവർ തന്നെ തീരുമാനിക്കുന്നു അത് വൃത്തിയില്ലാന്ന്, അത് അവിടെ ഇട്ടിട്ട് പോകുന്നു. അത് വിളിച്ച് ചോദിച്ച സമയത്ത് ഇവർക്ക് ഉത്തരവും കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കും, പ്രസിഡന്റ് സെക്രട്ടറിയോട് ചോദിക്കും, സെക്രട്ടറി ട്രഷററോട് ചോദിക്കും, ട്രഷറർ അടുത്ത പീഡിയക്കാരനോട് ചോദിക്കും. അങ്ങനെയാണ്. അതിപ്പം ഈ പറയുന്ന മിഥുൻ വി ശങ്കർ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്ന അവരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണിത് ഈ ഹരിതകർമ്മസേനക്കാരെ കൊണ്ട്. ഒന്നെങ്കിൽ എല്ലാവരും പ്രതികരിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് ഇതിനെതിരെ. ശരിയാണ്, എത്രയോ കുടുംബത്തിൽ ഉള്ള ആൾക്കാർക്കുള്ള ജോലിയാണ്, അതല്ല ഒന്നും ഞാൻ പറയുന്നില്ല, അത് കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾ ഇന്ന വേസ്റ്റുകളെ എടുക്കുന്നു എന്ന് പറയുന്നു, ബാക്കി വേസ്റ്റ് ഈ ഇത്ര 50 രൂപ നിങ്ങൾക്ക് തരുകയും ചെയ്തിട്ട് ബാക്കിയുള്ള വീട്ടുകാർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള വീട്ടിൽ ഇപ്പം സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യണം, അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്നെങ്കിൽ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാനിറ്ററി നാപ്കിനുകൾ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന മെഷീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ നിന്ന് വിരിച്ചോളൂ, പ്രശ്നമില്ല. നിങ്ങൾ ഓരോ വീട്ടുകളിൽ പഞ്ചായത്ത് തോറും ഏതെങ്കിലും പഞ്ചായത്ത് തോറോ അല്ലെങ്കിൽ വാർഡ് തോറോ അങ്ങനെ ഒരു മെഷീൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത് ഭയങ്കര, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുള്ള വീട്ടുകാർക്കും ഭയങ്കര ഉപകാരമായിരിക്കും. പിരിച്ചോളൂ നിങ്ങൾ, ബാക്കി എല്ലാ ലൊട്ടിലൊടയ്ക്കും നിങ്ങൾ പിരിവ് നടത്തുന്നില്ല, ഇതിനും വേണം പിരിച്ചോ, ആവശ്യത്തിനാണല്ലോ, അനാവശ്യത്തിന് കുറേ പിരിക്കുന്നില്ലേ, അത് ചെയ്യൂ. അതും പോട്ടെ, നിങ്ങൾ എടുക്കാത്ത വേസ്റ്റ് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറയൂ. റീസൈക്ലിംഗ് ചെയ്യാമെന്ന് പറയുന്നു. ഇവിടെ ഞാൻ ഇവരടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങളിപ്പം ഈ വേസ്റ്റൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച സമയത്ത് ഇത് ഞങ്ങൾ റീസൈക്ലിംഗ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വിശ്വസിച്ചു, നമുക്കിതിനെക്കുറിച്ച് വലിയ ബുദ്ധി വിവരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം ആ യൂട്യൂബർ പറയുന്ന സമയത്താണ് മനസ്സിലായത്, ഇവരതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരിയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം പ്രവർത്തിക്കുന്നില്ല, ഈ റീസൈക്ലിംഗ് ചെയ്യുന്ന ഒരു സംരംഭം തന്നെ ഇല്ല. അപ്പോൾ ഇവരിതെന്താണ് ചെയ്യുന്നത്, തമിഴ്നാട്ടിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിൽക്കുകയാണ്, കയറ്റി അങ്ങോട്ട് അയക്കുകയാണ്. വീണ്ടും മണി. നമ്മൾ ഈ 50 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ഇവർക്ക് തോന്നിയത്, ഇപ്പോൾ ഞാനാണ് ഹരിതകർമ്മസേന എന്ന് വിചാരിച്ചു, എനിക്ക് തോന്നുന്നു ഇന്ന് പാലിൻ്റെ കവർ എടുക്കണ്ട, ഇന്ന് പാലിൻ്റെ കവർ ക്യാൻസൽ. ഹരിതകർമ്മസേനേൻ്റെ ഇഷ്ടത്തിനാണ് അവർ വേസ്റ്റ് എടുക്കുക. ആ വേസ്റ്റ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അവർ എടുക്കുകയും ചെയ്തിട്ട് അത് അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പണി. അല്ല, നിങ്ങൾ പൈസ ആക്കിക്കോളൂ, വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എല്ലാ വേസ്റ്റുകളും നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. സീരിയസ്ലി, ഇവർ ഈ പറയുന്ന പോലെ കഴുകി അയലയിലിട്ട് ഉണക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും വേറെ സ്ഥലങ്ങളിൽ ഇല്ല. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് കേരളമാണ് പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയാണ്, വേറെ ഓപ്ഷൻ ഇല്ല. എല്ലായിടത്തും ഇങ്ങനെയാണ്. അപ്പം അത് നിങ്ങളിത് കാണുമെന്ന് എനിക്കറിയില്ല ചേച്ചി, നിങ്ങളെ നാട്ടിൽ മാത്രമല്ല ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവരുടെ അത്രയും ഒരു ഡിമാൻഡുള്ള ടീം വേറെ ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കയറുന്ന ടീമിനാണ് ഇത്രയും ഡിമാൻഡ് ഞാൻ കണ്ടിട്ടുള്ളത്. മുന്നേയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഹരിതകർമ്മസേന തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവർ കൃത്യമായിട്ട് മാസം വന്നുകൊണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് മാറി 2 മാസം 3 മാസം, പിന്നെ നമുക്കൊരു മൂടുണ്ടാവുമൊക്കെ പോവാം. ഇന്നൊരു മൂടില്ല, ഇന്ന് വെയിൽ കുറച്ച് കൂടുതലാണ്, നാളെ എടുക്കാം. ഇവരുടെ ഇഷ്ടത്തിനാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അത് ഞാൻ മുന്നേ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ടോപ്പിക്കാണിത്. സീരിയസ്ലി, ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഇത് കാണുന്ന ആ വ്യക്തി ഇത് കാണുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനിവിടെ വാക്കായിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇവർ പറഞ്ഞു തുണി വേസ്റ്റായിട്ടുള്ള തുണികൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. അതെടുത്തില്ല. പല വീടുകളിലും വലിച്ചെറിഞ്ഞ് പണ്ടാരടക്കിയിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. പിന്നെ ആ വീഡിയോയിൽ ആ ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നെക്സ്റ്റ് ഇനി എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഹരിതകർമ്മസേന വരുന്ന അന്ന് ഒരു 2 ദിവസത്തോളം ഇവർ കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ഓരോ വീടിൻ്റെ മതിൽമ ചാരി വെച്ചിട്ടും റോഡ് സൈഡ് ഇട്ടിട്ടും പോവാറുണ്ട്.
സീരിയസ്ലി നെക്സ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റോറി ഇടുന്നതായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കാണ്ടിരിക്കും, എൻ്റെ വീടിൻ്റെ പരിസരത്ത് വെക്കില്ലായിരിക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുമായിരിക്കും. ഐ നോ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ വീട് ഇവിടെ മുകളിലാണ്. അമ്മമ്മയുടെ വീട്ടിൻ്റെ മതിലിന് ഏകദേശം 2-3 ദിവസത്തോളം ഈ പറയുന്ന ഹരിതകർമ്മസേന കളക്ട് ചെയ്ത വേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നൊന്നും ആരും പറയണ്ട. അത് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൻ്റെ മതിലിന് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലായിടത്തും. ഈ സെയിം എനിക്ക് തോന്നുന്നു ഇവർ കേരളത്തിലുടനീളം ഹരിതകർമ്മസേന ആൾക്കാർ ഒരുമിച്ചിട്ടാണ് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നു ചോദിച്ചാൽ വണ്ടി വരാനുണ്ട്. ഏത് വണ്ടി? ട്രെയിനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഒരേ ഉത്തരം. ഇവർക്ക് ചിലപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. എന്തായാലും എന്ത് തന്നെയാലും അടിപൊളിയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്താനുണ്ട്. അബൌട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലെന്ന് എനിക്കറിയാം. ഐ നോ ഇറ്റ് വെരി വെൽ. ബിക്കോസ് ഞാൻ ഈ ചന്ദ്രഗിരി പാലത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഗ്രില്ലും അതിൻ്റെയൊക്കെ 2 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡ് കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു അനക്കവും ഇല്ല. ആനപ്പുറത്ത് ഉണ്ണി കടിച്ച അവസ്ഥയാണ് ഇവർക്ക്. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയും. നമ്മളിനെ ചീത്ത വിളിച്ച് വീഡിയോ ഇട്ടാൽ പോലും മീറ്റിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല. സീരിയസ്ലി മുനിസിപ്പാലിറ്റിക്കാർക്ക് ഇവരെങ്ങനെ വിളിച്ചോണ്ട് അങ്ങനെ കേട്ട് നിൽക്കും. കഷ്ടം തന്നെ, കഷ്ടം. അപ്പം ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കിത് പറയണം തോന്നി. നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല നമ്മളുടെ നാട്ടിലും സെയിമാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. എല്ലായിടത്തും ഒരുപോലെ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മൾ ഈ ജാട കീപ്പ് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം, നമ്മുടെ ഹരിതകർമ്മസേന ടീമുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ജയ് വിളിക്കാൻ ബാക്കിലുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സെയിം പിച്ച്, ക്ലബ് പിഞ്ച്.